ഹലോ ഗൈസ്, മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ലണ്ടനിലുള്ള ഫേമസ് ആയ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മ്യൂസിയങ്ങളിലൊന്നാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് 2 മ്യൂസിയങ്ങളുണ്ട്. അതായത് ഒന്ന് സയൻസ് മ്യൂസിയവും മറ്റൊന്ന് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയവും. ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടനിലെ ഫേമസ് മ്യൂസിയമായ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഒരു പാർട്ടായിരുന്നു. ബട്ട് 1963 ഇത് രണ്ടും സെപ്പറേറ്റ് ആവുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് മ്യൂസിയം സെപ്പറേറ്റും അതുപോലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്നത് സെപ്പറേറ്റുമായിട്ട് മാറി. എന്നിരുന്നാലും 1992 ഇതിൻ്റെ പേര് ശരിക്കും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമായിട്ട് മാറിയത്. ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് എർത്ത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സ്പെസിമെൻസ് ആണ്. ഏകദേശം 80 മില്യൺ സ്പെസിമെൻസ് ഈ ഒരു മ്യൂസിയത്തിൽ ഉണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. ഇത്രയൊക്കെ സ്പെസിമെൻസ് ഈ ഒരു ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഉണ്ടെങ്കിലും ഇവിടേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. ഫ്രീ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ പീക്ക് ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ആ ഒരു ക്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ നേരത്തെ പ്രീ ബുക്ക് ചെയ്തവർക്ക് ഒരു ക്യൂ ഉണ്ട്. അതുപോലെ അവിടെ വന്നിട്ട് അല്ലാതെ വരുന്നവർക്ക് മറ്റൊരു ക്യൂ ഉണ്ട്. സോ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് വരാനായിട്ട് പറ്റും. അപ്പം ഇവിടെ മുതലാണ് ഈ ഒരു ഹിസ്റ്ററി മ്യൂസിയത്തിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. കയറുമ്പോൾ തന്നെ നമുക്കൊരു ജിറാഫിൻ്റെ ഒരു സ്കെൽറ്റൻ കാണാൻ പറ്റും. എൻട്രി ഫ്രീ ആണെങ്കിലും ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ ചെയ്യാൻ പറ്റും. £5 മുതലുള്ള ഡൊണേഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മ്യൂസിയങ്ങളിൽ എന്നെ അട്രാക്റ്റ് ചെയ്ത മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യുന്ന മ്യൂസിയങ്ങൾ അവിടുത്തെ എൻട്രി തികച്ച് ഫ്രീ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനും അതുപോലെ കുട്ടികൾക്കുമൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് വരാനും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് ശരിക്കും അത്. ഒരുപക്ഷെ ഇതുപോലെ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള മ്യൂസിയങ്ങൾ ഇവർ പെയ്ഡ് ആക്കിയിരുന്നെങ്കിൽ ഇവിടെ ഇത്രത്തോളം തിരക്ക് വരുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ അവർ കൂടുതലായിട്ടും പ്രദർശിപ്പിച്ചിട്ടുള്ളത് ജുറാസിക്കും അതുപോലെ ട്രയാസിക് കാലഘട്ടത്തിലൊക്കെയുള്ള സ്പെസിമെൻസും ഫോസിൽസും. ഈ കാണുന്നത് ഒരു ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മാമോത്തിൻ്റെ ഒരു സ്കെൽറ്റനാണ്. സോ അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള വുഡ് അതുപോലെ ഫോസിൽസൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടുതലായിട്ടും ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഈ കാണുന്ന ഒരു ജുറാസിക് കാലഘട്ടത്തിലെ ആ ഒരു ഡൈനോസറിൻ്റെ സ്കെൽറ്റനാണ്. ഈ ഡൈനോസേഴ്സിൻ്റെ സ്കെൽറ്റനും അവരുടെ ആ ഒരു ചരിത്രമൊക്കെ പറയാനായിട്ട് ഈ ഒരു മ്യൂസിയത്തിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. സോ അവിടേക്ക് നമുക്ക് പോകാം. സോ ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് പല ടൈപ്പിലുള്ള ഡൈനോസേഴ്സിൻ്റെയും അവയുടെ ഫോസിൽസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കാണുന്നത് ആ ജുറാസിക് കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു മരത്തിൻ്റെ ഫോസിലാണ്. ആ ഒരു മരത്തിൻ്റെ എത്രയോ 3.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് എന്തോ ഉള്ള ഒരു മരത്തിൻ്റെ ഒരു ഫോസിലാണ് ഈ ഒരു ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ മുതലാണ് ആ ഒരു ഡിനോസേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷൻ ആരംഭിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഡിനോസേഴ്സിൻ്റെ ഫോസിൽസും അവയുടെ ഉൽപ്പത്തിയെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിനോസേഴ്സിനൊക്കെ എങ്ങനെയാണ് വംശനാശം സംഭവിച്ചതെന്ന് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ ഭൂമി എങ്ങനെയായിരുന്നെന്നും അതിനുശേഷം എങ്ങനെയാണ് ഈ ഓരോ കോണ്ടിനെൻസും രൂപപ്പെട്ടതെന്നും എല്ലാം ഇവിടുത്തെ ഓരോ സ്ക്രീനിൽ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിനോസറിനെ നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടാൽ അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ ആക്ഷൻസൊക്കെ എങ്ങനെയായിരിക്കും, അതിൻ്റെ വലിപ്പം എത്രത്തോളം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു മോഡൽ അവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വർക്കിംഗ് മോഡൽ ശരിക്കും കണ്ട ഒരു ഡിനോസറിനെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ മറ്റേ ജുറാസിക് പാർക്കിലൊക്കെ കാണുന്ന ആ സെയിം ഡിനോസറിൻ്റെ ഒരു രൂപം, ഒരു വർക്കിംഗ് മോഡൽ. സോ ഇത് ശരിക്കും ഒരു
എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റ് ഫോസിലിനെ അപേക്ഷിച്ചിട്ട് നമുക്കതിൻ്റെ ശരിക്കും ഒരു വലിപ്പം മനസ്സിലാക്കാനും അതിൻ്റെ ആ ഒരു ഇൻക്ലൂഡിങ് അതിൻ്റെ ശബ്ദം വരെ ഇവിടെ അവർ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു നീലത്തിമിംഗലത്തിൻ്റെ സ്കെൽട്ടൺ, ഒറിജിനൽ സ്കെൽട്ടനാണ് കേട്ടോ ഈ മേളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്കൾപ്ചർ യഥാർത്ഥത്തിൽ ഒരു നീലത്തിമിംഗലം എത്രയും കാണും എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ്. സോ ആ നീലത്തിമിംഗലത്തിൻ്റെ ആ ഒരു മോഡലും അതിൻ്റെ സ്കെൽട്ടനുമാണ് ഈ മേളിലും താഴെയായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഈ നീലത്തിമിംഗലത്തിൻ്റെ ആ ഒരു രൂപത്തോട് ചേർത്ത് കരയിലെ മറ്റ് പല ജീവികളുടെയും രൂപം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ കരയിലുള്ള ആ ഒരു ജീവിയും നീലത്തിമിംഗലവും തമ്മിൽ എത്രത്തോളം സൈസിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ആനകൾ ചേർന്നാൽ ഒരു നീലത്തിമിംഗലത്തിൻ്റെ അത്രയും വരും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആനയുടെ ആ ഒരു സ്കൾപ്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ആന, അതുപോലെ ഹിപ്പോപ്പൊട്ടാമസ്, അതുപോലെ പല മൃഗങ്ങൾ, എത്ര ആനകൾ ചേർന്ന ഒരു തിമിംഗലത്തിൻ്റെ വലിപ്പമാവും എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കരയിലെ ജീവികളെ അവിടെ അവർ വെച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് നീലത്തിമിംഗലമാണ്. സോ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആനയും അതുപോലെ മറ്റ് ജീവികളെയും ഈ നീലത്തിമിംഗലത്തിൻ്റെ ആ ഒരു മോഡലിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്.
ഈ ഒരു സെക്ഷൻ മുഴുവൻ ചെറിയ ചെറിയ സ്പെസിമെൻസ് ആണ്. അതായത് ഈ കടലിലെ ചെറിയ ചെറിയ ജീവികളുടെയും അവിടുത്തെ ഓരോ ജീവികളുടെ ഫോസിൽസും മറ്റും ഈ ഒരു സെക്ഷനിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നു.